ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. മീൻ കറി എന്ന് പറഞ്ഞാൽ കോട്ടയം സ്റ്റൈലാണെന്നും പറയാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് കൊടംപുളി ഇട്ടിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. മുളകിട്ട മീൻ കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇത് ആവോലി കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമ്മൾക്ക് അടികട്ടിയുള്ളൊരു പാത്രം വെക്കാം. കൂടുതൽ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് മീൻ കറിക്ക് പ്രത്യേക സ്വാദ് കിട്ടുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ. ഉലുവ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉലുവ മതി. 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് അതും കൂടി പൊട്ടിക്കഴിഞ്ഞ് അടുത്തത് നമ്മൾക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കുടംപുളിയിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കഷ്ണം കുടംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ കുടംപുളിയാണ്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് മിനിറ്റ് മുമ്പിലേ നമ്മളിത് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് നമ്മൾക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾ കറി ഉണ്ടാക്കുമല്ലോ. കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് സോഫ്റ്റാക്കി കിട്ടും. അപ്പം അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടിയിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ നല്ല പോലെ പച്ചമണം മാറുന്നത് വരെ നമ്മൾക്കിത് വഴറ്റിയെടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് നല്ല പോലെ വഴന്നു കഴിഞ്ഞ് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതാണ് കേട്ടോ. സവാളക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് സവാള ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സവാള നല്ല പോലെ നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പം അടുത്തത് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാൻ ടൊമാറ്റോ ആകെ അര മുറി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ടൊമാറ്റോ കാരണം നമ്മൾ കുടംപുളിയൊക്കെ ഇട്ടിട്ട് അതിൽ ഓൾറെഡി നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അരമുറി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. മീൻ മുളകിട്ടതിന് നല്ല കളറ് കിട്ടണ്ടേ. അപ്പോൾ ഇതിലേക്ക് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരിത്തിരി കുറവായതുകൊണ്ടാണ് കേട്ടോ. 2.5 ടേബിൾ സ്പൂൺ അല്ല, 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ആ മുളകിൻ്റെ തൊയ്ക്കുന്ന ഇതൊക്കെ പോവാൻ വേണ്ടി ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് എടുക്കാനുണ്ട് കേട്ടോ. നല്ല പോലെ വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മുളകിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മൾക്ക് നല്ല പോലെ വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുടംപുളീൻ്റെ വെള്ളമില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് എത്ര വെള്ളമാണോ വേണ്ടത് ആ വെള്ളമാണ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഈ കുടംപുളിയിട്ട ചൂടുവെള്ളമാക്കി വെക്കേണ്ടത്. നമ്മൾക്ക് എത്ര മുളക് ചാറ് വേണോ അത്രയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഇതുവരെ ഉപ്പേ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ നമ്മൾക്ക് ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട് ഇപ്പം. അപ്പോൾ നല്ല പോലെ തിളച്ച് വരുമ്പോൾ അര കിലോ ആവോലിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല പോലെ ആവോലിയും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കുത്തി മറിക്കാനൊന്നും പാടില്ല. നല്ല സോഫ്റ്റായിട്ട് ഇതാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ വെന്ത് കഴിഞ്ഞു. ഒന്നും കൂടി നമ്മൾക്ക് പിന്നെ അതിന് അടിമറിച്ചിടാതെ സൈഡിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളി ആവോലി കറി റെഡിയായി കഴിഞ്ഞു. ആകെ ഒരു 10 മിനിറ്റേ വേണ്ടു ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിലേക്ക് പിന്നെ നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നില്ലേ, അപ്പോൾ കറി റെഡിയായി എന്നർത്ഥം. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തൂകിയാൽ മതി. അപ്പോൾ നമ്മൾ അടിപൊളി കറി റെഡിയായി. കറിയും കൂട്ടിയിട്ട് വേറൊരു കറീൻ്റെ ആവശ്യമില്ല. നല്ലപോലെ ചോറ് നമുക്ക് തട്ടാൻ വേണ്ടി പറ്റൂ കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ കോട്ടയം സ്റ്റൈലിലെ നല്ല മുളകിട്ട മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.